അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം ഒരു നിർണായക ഘട്ടങ്ങളിലൂടെ കടന്നുപോവുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയ 25% അധിക നികുതി പിൻവലിക്കാൻ അമേരിക്ക ഒരുക്കുന്ന ഒരു സൂചനകൾ പുറത്തു വരുന്നത് ഈ സാഹചര്യത്തിലാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത അനുയായിയും ഇന്ത്യ വിരുദ്ധ നിലപാടുകളാൽ അറിയപ്പെടുന്ന വ്യക്തിയുമായ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസറ്റിൻ്റെ സമീപകാല പ്രസ്താവന ഈ നയമാറ്റത്തിന് ആക്കം കൂട്ടുന്നു. അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രത്തിന് വഴങ്ങാത്ത സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ വിജയിച്ചു എന്ന് വിലയിരുത്തപ്പെടുന്ന ഈ നീക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക നയതന്ത്ര ബന്ധങ്ങളിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. നമ്മൾ പ്രധാനമായും പരിശോധിക്കേണ്ടത് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്ന അമേരിക്കയുടെ പ്രാരംഭ തന്ത്രം. അപ്രതീക്ഷിതമായി ഇന്ത്യ നടത്തിയ തന്ത്രപരമായ പ്രതിരോധം, തങ്ങളുടെ പിന്മാറ്റത്തെ വിജയമായി ചിത്രീകരിക്കാനുള്ള അമേരിക്കയുടെ പുതിയ രാഷ്ട്രീയ ആഖ്യാനം, ഭാവിയിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള പുതിയ വ്യാപാര കരാറിൻ്റെ സാധ്യതകൾ. ഒരു രാജ്യത്തെ തങ്ങളുടെ നയതന്ത്ര വരുതിയിലാക്കാൻ വ്യാപാര താരിഫുകൾ ഉപയോഗിക്കുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ ഒരു സാധാരണ സമ്മർദ്ദ തന്ത്രമാണ്. എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ അമേരിക്കയുടെ ഈ കണക്കുകൂട്ടലുകൾ പൂർണ്ണമായും പിഴച്ചു. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനുള്ള എതിർപ്പായിരുന്നു 25% അധിക നികുതി ചുമത്താൻ അമേരിക്കയെ പ്രേരിപ്പിച്ച പ്രധാന കാരണം. ഈ കനത്ത സാമ്പത്തിക സമ്മർദ്ദത്തിന് മുന്നിൽ ഇന്ത്യ വഴങ്ങുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചകൾക്കായി നേരിട്ട് പ്രസിഡന്റ് ട്രംപിനെ വിളിക്കുമെന്നും അമേരിക്കൻ ഭരണകൂടം പ്രതീക്ഷിച്ചു. എന്നാൽ സംഭവിച്ചത് നേർവിപരീതമായിരുന്നു. ഒരു ഫോൺ കോളിനായി കാത്തിരിക്കുന്ന അമേരിക്കൻ നേതൃത്വത്തിന് നിരാശയായിരുന്നു ഫലം. ചർച്ചകൾക്ക് തിടുക്കം കാണിക്കാതെ അമേരിക്കൻ സമ്മർദ്ദത്തെ അവഗണിച്ച് ഇന്ത്യ തങ്ങളുടെ ദേശീയ താൽപ്പര്യങ്ങൾക്ക് അനുസൃതമായ വഴികൾ തേടി. ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് സമ്മതിക്കേണ്ട സാഹചര്യം അമേരിക്കൻ കൊമേഴ്സ് സെക്രട്ടറിക്കുണ്ടായി എന്നത് ഇന്ത്യയുടെ നിലപാടിൻ്റെ ദൃഢത വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ ഈ അപ്രതീക്ഷിതവും ദൃഢവുമായ നിലപാട് അമേരിക്കൻ പദ്ധതികളെ പൂർണ്ണമായി തകിടം മറിച്ചു. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ ഒരു രാജ്യം തങ്ങളുടെ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ എങ്ങനെ സമർത്ഥമായി ഉപയോഗിക്കാം എന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് ഇന്ത്യയുടെ പ്രതികരണം. അമേരിക്കയുടെ ഉപരോധ ഭീഷണിയെയും അധിക നികുതിയെയും ഇന്ത്യ ഫലപ്രദമായി അവഗണിക്കുകയാണ് ചെയ്തത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഒരു തടസ്സവുമില്ലാതെ ഇന്ത്യ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ എണ്ണ ഇറക്കുമതി കുറച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ പലതവണ ആവർത്തിച്ചെങ്കിലും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ വാദങ്ങളെ ശക്തമായി നിഷേധിച്ചു. ഉപരോധ ഭീഷണി മൂലം ചില സ്വകാര്യ ഇന്ത്യൻ കമ്പനികൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറച്ചിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ ഉൾപ്പെടെ ഭൂരിഭാഗം ഇറക്കുമതിക്കാരും റഷ്യയുമായുള്ള വ്യാപാരം തുടരുന്നു. ഇന്ത്യയുടെ ഈ ഉറച്ച നിലപാടും പരാജയപ്പെട്ട സമ്മർദ്ദതന്ത്രവും നിലവിലെ സാഹചര്യം വിശദീകരിക്കാൻ ഒരു പുതിയ രാഷ്ട്രീയ ആഖ്യാനം രൂപപ്പെടുത്താൻ അമേരിക്കയെ പ്രേരിപ്പിക്കുകയായിരുന്നു. വിദേശ നയത്തിലെ തീരുമാനങ്ങൾ പലപ്പോഴും ആഭ്യന്തര രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടുന്നതിനുള്ള ഉപകരണങ്ങളായി ഉപയോഗിക്കപ്പെടാറുണ്ട്. ട്രംപിൻ്റെയും അനുയായികളുടെയും ഇപ്പോഴത്തെ നീക്കങ്ങളുടെ പ്രധാന പ്രചോദനം ഇതുതന്നെയാണ്. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസറ്റിൻ്റെയും പുതിയ പ്രസ്താവന ഈ രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ വാദപ്രകാരം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയതുകൊണ്ടാണ് ഇന്ത്യയുടെ മേൽ നികുതി ചുമത്തിയത്. ഇപ്പോൾ റഷ്യയുടെ എണ്ണ വ്യാപാരം തകർന്നിരിക്കുന്നു. ഇതിനർത്ഥം ഞങ്ങളുടെ നീക്കം വിജയിച്ചു എന്നാണ്. ഇന്ത്യ യഥാർത്ഥത്തിൽ എണ്ണ ഇറക്കുമതി കുറച്ചോ ഇല്ലയോ എന്നതിനേക്കാൾ തങ്ങളുടെ നടപടി ഒരു വിജയകരമായിരുന്നു എന്ന് വരുത്തി തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഈ പുതിയ ആഖ്യാനത്തിന് പിന്നിലെ യഥാർത്ഥ പ്രേരക ശക്തി അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയവും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുമാണ്. ട്രംപിൻ്റെ ഭരണത്തിന് കീഴിൽ അമേരിക്ക വീണ്ടും ശക്തമായെന്നും ലോകരാജ്യങ്ങൾ അമേരിക്കയെ അനുസരിക്കുമെന്നും ഒരു പ്രതീതി സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ യഥാർത്ഥ കണക്കുകൾ ഈ രാഷ്ട്രീയ ലക്ഷ്യത്തിന് മുന്നിൽ അവർക്ക് ഒരു വിഷയമേ അല്ല. ഈ രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യഥാർത്ഥ വ്യാപാര ചർച്ചകൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു പുതിയ വ്യാപാര കരാറിലേക്ക് നീങ്ങാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്ന പല നിർണായക ഘടകങ്ങളുണ്ട്. അതിലൊന്നാമത് യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ കരാർ. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള ഒരു സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാവുന്നതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. ഇത് സംഭവിക്കുന്നതിന് മുമ്പ് ഇന്ത്യയുമായി ഒരു കരാറിലെത്താൻ അമേരിക്ക താൽപ്പര്യപ്പെടുന്നു. 25% അധിക നികുതി എന്ന തീരുമാനം പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഒരു പുതിയ കരാറിലൂടെ അത് പിൻവലിച്ച് മുഖം രക്ഷിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു. ഇന്ത്യ എന്ന ബൃഹത്തായ വിപണിയുമായുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തേണ്ടത് അമേരിക്കയുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. വരാനിരിക്കുന്ന വ്യാപാര കരാറിൽ 25% അധിക നികുതി പൂർണ്ണമായും ഒഴിവാക്കാനാണ് സാധ്യത. പകരം 15% മുതൽ 18% വരെ ഒരു പുതിയ താരിഫ് നിരക്കിൽ ചർച്ചകൾ നടന്നേക്കാം. സഖ്യകക്ഷികളുമായി പോലും ഒരു നിശ്ചിത ശതമാനം അടിസ്ഥാന താരിഫ് നിലനിർത്തുക എന്നത് അമേരിക്കയുടെ പുതിയ ആഗോള വ്യാപാര തന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഇത്തരം സംഭവങ്ങളെല്ലാം തന്നെ യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ബന്ധം, ഇന്ത്യയുമായി ഒരു വ്യാപാര കരാർ സ്ഥാപിക്കേണ്ടതിന് അനിവാര്യത തുടങ്ങിയ ഘടകങ്ങളുടെ സമ്മർദ്ദം മൂലമാണ്. ചുരുക്കത്തിൽ ഇത് അമേരിക്കയുടെ വിജയമല്ല, മറിച്ച് ഇന്ത്യയുടെ നയതന്ത്രപരമായ നിലപാടുകളുടെയും ക്ഷമയുടെയും വിജയമാണ്.